PSC SSC എക്സാംസിനൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും അല്ലെ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. ചിലപ്പോൾ നമ്മളതിങ്ങനെ ഉത്തരം ചെയ്തു വരുമ്പോൾ തെറ്റാറുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ആദ്യം ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് കുറച്ച് വലിയ വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കാറുണ്ട് അല്ലേ. അപ്പോൾ തെറ്റിപ്പോവാതെ നമ്മൾക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തെറ്റാതെ തന്നെ ചെയ്യാൻ പറ്റും. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗിനേഴ്സിനാണെന്നുണ്ടെങ്കിൽ കീ റൂൾസ് ടു റിമെമ്പർ ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് എക്സ്, ഇത് നിങ്ങൾ എഴുതി വെക്കുക. എളുപ്പം നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. അപ്പോൾ നിങ്ങളൊരു നോട്ട് എടുക്കുക, പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കുക, ചെയ്ത് പഠിക്കുക. അപ്പം നമ്മൾക്ക് റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നിങ്ങൾ ഇതൊരു നോട്ടിൽ എഴുതി വെക്കുക കേട്ടോ. ഞാനിത് ഓരോന്ന് ആദ്യം പറഞ്ഞു തരാം, എന്നിട്ട് അതെന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞു തരാം. ഫസ്റ്റ്, വാട്ട് എവർ യു ഡു ടു വൺ സൈഡ് ഡു ഇറ്റ് ടു ദ അതർ സൈഡ്. അതായത് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്നാണല്ലോ നമ്മൾക്ക് എക്സിനെ ഫൈൻഡ് ചെയ്യാൻ പറയുക. അപ്പോൾ ഒരു സൈഡിൽ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് തന്നെ മറ്റേ സൈഡിൽ നിങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. എക്സ് പ്ലസ് 7 ഈസ് ഈക്വൽ ടു 12 എന്നുള്ളൊരു എക്സാമ്പിൾ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമ്മൾക്ക് ഒരുപോലെ ആക്കണം. അതായത് ഒരു സൈഡ് എന്താണോ ചെയ്യുന്നത് അത് തന്നെ മറ്റേ സൈഡും ചെയ്തിട്ട് ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എക്സ് പ്ലസ് 7, ഈ പ്ലസ് 7 എന്നുള്ള സംഭവത്തിനെ നമുക്ക് റിമൂവ് ചെയ്താലേ എക്സിന്റെ വാല്യൂ നമ്മൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് 7 ഈസ് ഈക്വൽ ടു 12 എന്നുള്ള ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ് പ്ലസ് 7 മൈനസ് 7 ചെയ്യുക ഈസ് ഈക്വൽ ടു, അതേപോലെ തന്നെ ഇവിടെ ഒരു -7 ചെയ്തില്ലേ, അതേപോലെ റൈറ്റ് സൈഡിൽ 12 ഉണ്ടല്ലോ അതിൻ്റെ കൂടെ -7 ഇട്ട് കൊടുക്കുക. ഇനി എക്സ് ഇപ്പോൾ 7 - 7 0 ആയി, ഈസ് ഈക്വൽ ടു 12 - 7 എത്രയാണ് 5. എക്സിന്റെ വാല്യൂ 5 ആണെന്ന് കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കുക, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമ്മൾ ഒരേപോലെ ചെയ്യണം, എന്നാലേ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് നമുക്ക് എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് വാട്ട് എവർ യു ഡു ടു വൺ സൈഡ് ഡു ഇറ്റ് ടു ദ അതർ സൈഡ് എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ, അൺഡു അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ഫസ്റ്റ്, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അതായത് നമ്മൾക്ക് ആ ഒരു ഇക്വേഷനിൽ അഡീഷൻ സബ്ട്രാക്ഷൻ ഉണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അങ്ങനെ പലതും ഉണ്ടാവുമായിരിക്കാം. അതൊക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു സൈഡിൽ ചിലപ്പോൾ എക്സിൻ്റെ കൂടെ മൈനസ് ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും, ആ ഒരു മൈനസിനെ പുറത്തിട്ട് പ്ലസ് ആക്കുക, പ്ലസിന് മൈനസ് ആക്കുക, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളില്ലേ. അതായത് അൺഡു അഡീഷൻ സബ്ട്രാക്ഷൻ. അഡീഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ ആക്കുക, സബ്ട്രാക്ഷൻ ആണെങ്കിൽ അതിന് അഡീഷൻ ആക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് രണ്ടാമത് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ഒരു സൈഡിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ മറ്റേ സൈഡിലും ചെയ്യുക. അതേപോലെ തന്നെ അഡീഷൻ സബ്ട്രാക്ഷൻ ആക്കുക, സബ്ട്രാക്ഷൻ അഡീഷൻ ആക്കുക. ഇതിൽ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതായത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും, അത് നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ആക്ച്വലി ഇതിൽ അഡീഷൻ സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണെങ്കിൽ എങ്ങനെയെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 3 × x + 7 = 36 എന്നുള്ള ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 3 ഇൻറ്റു ആണ് ഈ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ഈ ഒരു 3 ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ, അത് ഇവിടെ വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. അതിനാണ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 7 ഈസ് ഈക്വൽ ടു, ബ്രാക്കറ്റ് നമ്മൾ റിമൂവ് ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പം എന്തായി, 36 / 3. ഇനി നമ്മൾ ഇതിനെ വെട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താവും, എക്സ് പ്ലസ് 7 ഈസ് ഈക്വൽ ടു 3 എത്ര തവണ പോകും ഇത്, 1 2, അപ്പോൾ 12. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടിയിരിക്കുന്നത്. ഇനി എക്സ് ഈസ് ഈക്വൽ ടു 12. ഇനി എന്ത് ചെയ്യണം, +7 എന്നുള്ളത് നമ്മൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, -7 ആവും. അപ്പോൾ 12 - 7 എത്രയാണ്, 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്. അൺഡു ചെയ്യുക എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ ഇപ്പുറത്തോടുന്ന് ഡിവിഷൻ ആക്കുന്നു. അതിനാണ് ഈ ഒരു സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് അൺഡു മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അല്ലെങ്കിൽ അഡീഷൻ സബ്ട്രാക്ഷൻ. പ്ലസ് ഇപ്പുറത്തും മൈനസ് ആവുന്നു, അങ്ങനത്തെ സംഭവങ്ങളിലാണ് നമ്മൾ അൺഡു അഡീഷൻ ടു സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷൻ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തത് ഫ്രാക്ഷൻസ്. മൾട്ടിപ്ലൈ ബൈ ഡിനോമിനേറ്റർ ടു റിമൂവ് ദം. അതായത് അതിൽ ഫ്രാക്ഷൻസ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
എന്തിനാണ്? അതിനൊക്കെ വെട്ടിച്ചുരുക്കണം. അപ്പോൾ വെട്ടിച്ചുരുക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ വെട്ടിച്ചുരുക്കണം എന്നുള്ളതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെട്ടിച്ചുരുക്കിയിട്ട് നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈ ഒരു ഇക്വേഷൻ, ഓക്കെ, 3 × x + 7 / 4 = 9. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഏതൊരു ഇക്വേഷനിലാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡ് = റൈറ്റ് സൈഡ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെട്ടിച്ചുരുക്കാൻ വേണ്ടി നമ്മൾക്ക് 4 × ഈ ഇക്വേഷൻ 3x + 7 / 4 = ഇപ്പോൾ ഇവിടെ ഒരു 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ നമ്മൾ റൈറ്റ് സൈഡും ചെയ്യണം. ലെഫ്റ്റ് സൈഡ് എന്താണോ ചെയ്യുന്നത് അത് തന്നെ റൈറ്റ് സൈഡും ചെയ്യുക. 9 × 4 എന്ന് ചെയ്യുക. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വെട്ടിച്ചുരുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഡിനോമിനേറ്ററിനെ നമുക്ക് റിമൂവ് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു 4 നമ്മൾ വെട്ടിക്കളഞ്ഞു, ഈ ഒരു 4ഉം വെട്ടിക്കളഞ്ഞു. ഇനി എന്താണുള്ളത്? 3 × x + 7 = 9 × 4 9 × 4 എത്രയാണ്? 36 36. ഇനി നമുക്ക് എളുപ്പം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ഈ ഒരു പോയിന്റിൽ പറഞ്ഞത് വെച്ച് നമ്മൾ ഈ ഒരു സ്റ്റെപ്പോട് കൂടി നിർത്തിയാൽ മതി കേട്ടോ. ഞാൻ കുറച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതാണ് ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇനി നമ്മൾ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റെപ്പ് കൂടെ ചെയ്യണം. ലാസ്റ്റ് നമുക്ക് എക്സ് കണ്ടുപിടിക്കുമ്പോൾ 5 എന്നുള്ള ഉത്തരമാണ് വരുന്നത്. ഈ ഒരു പോയിന്റിൽ ഇത്രയും മതി. നാലാമത്തത് ബ്രാക്കറ്റ്സ്. എക്സ്പാൻസ് ബിഫോർ സിംപ്ലിഫൈ. നമ്മൾ ആ ഒരു ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യുന്നതിന് മുമ്പ് അതിനെ എക്സ്പാൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇത് വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ ഒരു 3 കൊണ്ട് ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. അതായത് 3 കൊണ്ട് ഇതിന് രണ്ടിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? ഈ 3 കൊണ്ട് ഈ ബ്രാക്കറ്റ് കളയുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ഇൻറ്റു ചെയ്യുക. കാണിച്ചു തരാം. 3 കൊണ്ട് എക്സിനെ ഈ ഒരു 7നെയും നമ്മൾ ഇൻറ്റു ചെയ്യണേ. അപ്പോൾ 3 × x എത്രയാണ്? 3x + 3 × 7 ചെയ്യുക. 3 × 7 = ഈ ഒരു 36. ഇനി 3x + 3 × 7 എത്രയാണ്? 21 = 36. അപ്പോൾ ഇതാണ് സംഭവം. ഇത്രയും ചെയ്താൽ മതി. എക്സ്പാൻഡ് ആയില്ലേ? ഈ ഒരു സംഭവത്തിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയെടുത്തു. അപ്പോൾ ഇതാണ് സിംപ്ലിഫൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത്. ഇനി അത് ഓരോ ഇക്വേഷൻസ് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് എക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറയുക. നമ്മൾ കുറേ എക്സാമ്പിൾസ് വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതാണ്. അത് അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പോൾ PSCയിൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ബേസ് അറിയില്ല മാത്സിലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കമൻറ്റ് ചെയ്യുക, മനസ്സിലായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോയ്ക്ക് ഷെയർ ചെയ്യുക. ടാറ്റാ.